ഇതിനിടയ്ക്ക് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എക്സിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കാം. ഡീലിമിറ്റേഷൻ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പരാജയപ്പെടുത്തുന്നതിലൂടെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തോട് വലിയ ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. 2026 ശേഷം ആദ്യം നടക്കാനിരിക്കുന്ന സെൻസസോടെ ആർട്ടിക്കിൾ 81 പ്രകാരമുള്ള മരവിപ്പിക്കൽ അവസാനിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന സെൻസസ് നടപടികൾ ജനസംഖ്യയുടെ മാത്രം അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണം പുനർനിർണയിക്കും. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, ചെറിയ സംസ്ഥാനങ്ങൾ എന്നിവയുടെ പ്രാതിനിധ്യത്തിൽ വലിയ ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഫെഡറൽ സംവിധാനത്തിലെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്താനും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, ചെറിയ സംസ്ഥാനങ്ങൾ എന്നിവയുടെ ശബ്ദം സംരക്ഷിക്കാനും ഒപ്പം സ്ത്രീകൾക്ക് 33% പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുമുള്ള ഇന്ത്യയുടെ ആത്മാർത്ഥമായ ശ്രമമായിരുന്നു ഈ നിർദ്ദേശം. വികസന സൂചികകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞിരുന്നു. കേരളത്തിന് 30, തമിഴ്നാടിന് 51 എന്നിങ്ങനെ സീറ്റ് വർധനവിന്റെ കാര്യം പാർലമെന്റിൽ അമിത്ഷാ എണ്ണി പറഞ്ഞപ്പോഴും പ്രതിപക്ഷം അതിന് കൂട്ടാക്കിയില്ല. പകരം ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ എണ്ണങ്ങളൊക്കെ കുറയുകയാണ്. കേരളത്തിന് 15. ഇതാണ് രാഹുൽ ആൻഡ് ടീമുകളുടെ വിജയം എന്ന് പറയുന്നത്. ഇതാണ് അവര് ഹിജഡ മാധ്യമങ്ങളുമായിട്ട് ഇത്ര ഘോരഘോരം ഇവിടെ കാണിച്ചു കൂട്ടിയത്. കേരളത്തിലടക്കം കൂട്ടാൻ പോയ സീറ്റ് കുറച്ചു കൊടുത്ത ഈ പ്രതിപക്ഷത്തിന് നല്ലൊരു നടുവിരൽ നമസ്കാരമാണ് നേരുന്നത്. ഇവിടെയാണ് മോദി ആൻഡ് ടീമിന്റെ വിജയം എന്നുകൂടി പറയട്ടെ. പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ഒരു പോയിന്റ് പോലും കുറയാതെ രാജ്യത്തിനു മുൻപിൽ തുറന്നു കാട്ടാൻ സാധിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല. എന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് സുഖമായി ചിരിക്കുകയാണ്.